കാസർകോട് KSRTCയിൽ നിന്നും അകാരണമായി പിരിച്ചുവിട്ട 34 ജീവനക്കാരെയും തിരിച്ചെടുത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ശേഷം ജോലി നിഷേധിക്കപ്പെട്ട ജീവനക്കാർക്കാണ് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയത്. ഒരാഴ്ച ജോലി ചെയ്ത ശേഷം ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൈരളി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. KSRTCയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ശേഷം ജോലി നിഷേധിക്കപ്പെട്ട കാസർഗോഡ് ഡിപ്പോയിലെ 22 പേർക്കും കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ 12 പേർക്കുമാണ് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയത്. ജൂലൈ 5 മുതൽ ഇവരെ അകാരണമായി ജോലിയിൽ നിന്ന് പുറത്താക്കിയത് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് വാർത്ത നൽകി. ഫോൺ വഴി തന്നെയാണ് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് നൽകിയതും. KSRTC എംപ്ലോയീസ് അസോസിയേഷനും CITUവും അടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് അധികൃതർ തീരുമാനം മാറ്റാൻ നിർബന്ധിതരായത്. ജില്ലയിൽ കാസർഗോഡ് യൂണിറ്റിലും കാഞ്ഞങ്ങാട് യൂണിറ്റിലും 50-ലധികം ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാരുടെ കുറവ് കാരണം അന്തർ സംസ്ഥാന സൂപ്പർഫാസ്റ്റ് സർവീസുകളടക്കം മുടങ്ങുന്നതിനിടെയാണ് രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി ജീവനക്കാരെ പുറത്താക്കിയത്. 600-ലധികം പേരിൽ നിന്ന് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയാണ് യോഗ്യരായ 50 പേരെ കണ്ടെത്തി കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡിപ്പോകളിലായി 34 പേരെ നിയമിച്ചത്. ഇവരിൽ നിന്ന് കോഷൻ ഡെപ്പോസിറ്റായി 10,000 രൂപയും അടപ്പിച്ചിരുന്നു. ജൂൺ 22-നാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത്. ജൂലൈ 4 വരെ ജോലി ചെയ്തവരോടാണ് ഇനി ജോലിയില്ലെന്ന് അധികൃതർ പറഞ്ഞത്. പലരും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാണ് KSRTCയിൽ ജോലിയിൽ പ്രവേശിച്ചത്. സുതാര്യമായ നിലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ അട്ടിമറിച്ച് പിൻവാതിലിലൂടെ പണം വാങ്ങി സ്വന്തക്കാരെ നിയമിക്കാനുള്ള ഭരണകക്ഷി ഇടപെടലാണ് നടന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.